ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഈ തിരുവാതിര രാവിലെ നമുക്ക് ശിവപുരാണത്തിലെ മറ്റൊരു കഥ കൂടി നോക്കാം. പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ ശക്തി. പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ ശക്തിയെപ്പറ്റി ഒരു കഥയായി ശിവപുരാണത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. ആ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വളരെ ശ്രദ്ധയോടുകൂടിയിരുന്ന്, ഭക്തിയോടുകൂടി, ക്ഷമയോടുകൂടിയിരുന്ന് ഈ കഥ നിങ്ങളെല്ലാവരും അവസാനം വരെ കേട്ട് പഞ്ചാക്ഷര മന്ത്രമായ നമഃശിവായ മന്ത്രം ജപിച്ച് പരമേശ്വരനെ പ്രാർത്ഥിക്കണം. ആരൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കും എന്നുള്ള കാര്യം നിങ്ങൾ കമൻ്റ് ഇടണം. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. പണ്ട് കാശി എന്ന രാജ്യത്ത് ഒരു രാജാവ് രാജ്യം ഭരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളാണ് കലാവതി. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഈ കലാവതി മഹാഭക്തയായിരുന്നു. ഈ കുട്ടി എല്ലാ ദിവസവും തോട്ടത്തിൽ പോയിട്ട് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്ന് മാല കെട്ടി മഹേശ്വരന് ചാർത്തി പൂജിച്ചു വരുന്നു. അങ്ങനെയിരിക്കെ അവൾ ഒരിക്കൽ ഒരു മുനിയെ കാണാനിടയായി. ആ മുനിയുടെ പേര് ഗർഗൻ എന്നായിരുന്നു. കലാവതി മുനിയെ കണ്ട് നമസ്കരിച്ചു. ഭക്തിയായ ആ കുട്ടിയിൽ മുനിക്ക് വളരെയധികം സന്തോഷമാണ് തോന്നിയത്. അദ്ദേഹം കലാവതി എന്ന ആ പെൺകുട്ടിക്ക് ധാരാളം കഥകൾ പറഞ്ഞു കൊടുത്തു. കലാവതി എല്ലാ ദിവസവും പൂക്കൾ ശേഖരിച്ചുകൊണ്ട് മുനിയുടെ ആശ്രമത്തിൽ വരികയും മുനിയെ കണ്ട് നമസ്കരിക്കുകയും ചെയ്തു വന്നു. ആ സമയത്തൊക്കെ മുനി ധാരാളം കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നു. ഈ മുനിക്ക് ഈ കലാവതിയോട് വലിയ വാത്സല്യമായിരുന്നു. തന്നെപ്പോലും ഈശ്വരന് തുല്യമായി ഈ കുട്ടി കണക്കാക്കുന്നുവെന്ന് ആ മുനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ മുനി, ഗർഗൻ എന്ന മുനി, കലാവതിയോട് ചോദിക്കുകയാണ്, മകളെ, പരമഭക്തയായ നീ എന്നെപ്പോലും ഈശ്വരന് തുല്യമായി കണക്കാക്കുന്നു. അങ്ങനെയുള്ള നിനക്ക് എന്തു വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടി പറയുകയാണ്, അതേ മഹർഷേ, അങ്ങ് എൻ്റെ ദൈവം തന്നെയാണ്. എൻ്റെ എല്ലാ പാപങ്ങളും തീർത്ത് എന്നെ ഒരു പുണ്യവതിയാക്കാമോ? അതാണ് എൻ്റെ ആഗ്രഹമെന്ന് ഈ കുട്ടി മഹർഷിയോട് പറയുന്നു. ഉടൻ തന്നെ ഗർഗമുനി പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലയോ കുമാരി, ഇന്നു മുതൽ അവിടുന്ന് ശിവായ നമഃ എന്ന പഞ്ചാക്ഷര മന്ത്രം ജപിക്കുക. നിന്റെ എല്ലാ പാപങ്ങളും നിന്നെ വിട്ട് അകലും എന്ന് ഈ ഗർഗമുനി ഈ കലാവതി എന്ന കുട്ടിയോട് പറയുന്നു. അങ്ങനെ മഹാമുനിയുടെ നിർദ്ദേശപ്രകാരം കലാവതി അദ്ദേഹത്തെ നമസ്കരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു. പിന്നീട് ഒരു ഏകാന്തമായ സ്ഥലത്ത് ചെന്നിരുന്നിട്ട് മുനിയുടെ ഉപദേശപ്രകാരം ശിവായ നമ എന്ന ശൈവ പഞ്ചാക്ഷര മന്ത്രം ജപിച്ചുകൊണ്ട് കാലങ്ങൾ തള്ളി നീക്കുന്നു. പുണ്യവതിയായ അവളുടെ ഭക്തിയിൽ ഭഗവാൻ മഹേശ്വരൻ സന്തുഷ്ടനായി അവളെ എല്ലാ പാപങ്ങളിൽ നിന്നും പരമേശ്വരൻ മോചിപ്പിക്കുന്നു. കാലം ധാരാളം മാറ്റങ്ങൾ അവളിൽ വരുത്തി. ഇതിനകം കലാവതി വളർന്ന് അതിസുന്ദരിയായ ഒരു യുവതിയായി മാറിക്കഴിഞ്ഞിരുന്നു. കാശിയിലെ രാജാവ് അവളുടെ വിവാഹം നടത്തുവാൻ നിശ്ചയിക്കുന്നു. അവൾക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടുപിടിക്കുവാൻ രാജാവ് മന്ത്രിയെ നിയോഗിക്കുന്നു. ആ സമയത്ത് മധുര എന്ന രാജ്യം ഭരിച്ചിരുന്നത് ദശാർഹൻ എന്ന രാജാവായിരുന്നു. അയാൾ എല്ലാം കൊണ്ടും കലാവതിക്ക് അനുയോജ്യനാണ് എന്ന് തോന്നിയ മന്ത്രി ആ വിവരം കാശി രാജാവിനെ ധരിപ്പിക്കുന്നു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ദശാർഹനെ കലാവതിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുവാനായിട്ട് രാജാവ് തീരുമാനിക്കുന്നു. അതിനു മുമ്പായി അദ്ദേഹം തൻ്റെ മകളുടെ അഭിപ്രായം ചോദിക്കുകയും ചെയ്യുന്നു.
അച്ഛൻ്റെ ഇഷ്ടമാണ് ഈ മകളുടെയും ഇഷ്ടമെന്ന് കലാവതി അറിയിക്കുന്നു. രാജാവിന് വളരെയധികം സന്തോഷമായി. താമസിയാതെ അവരുടെ വിവാഹം നിശ്ചയിക്കുന്നു. പല രാജ്യങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാരും ആ മംഗളമായ കർമ്മത്തിൽ പങ്കെടുക്കുവാൻ അവിടെ എത്തിച്ചേരുന്നു. ശുഭമുഹൂർത്തത്തിൽ തന്നെ കലാവതി ദശാർഹ രാജാവിനെ സമീപിക്കുകയും മരണമാല്യം ചാർത്തി വധുവായി തീരുകയും ചെയ്യുന്നു. ആ വധൂവരന്മാരുടെ ആ കൂടിക്കാഴ്ച അവിടെ കൂടിയിരുന്ന സകലർക്കും ആനന്ദമാണ് ഉണ്ടാക്കിയത്. രാജകുമാരിക്ക് അനുയോജ്യനായ വരൻ തന്നെയെന്ന് എല്ലാവരും അഭിപ്രായപ്പെടുകയും ചെയ്തു. എന്നാൽ ചിലർ ദശാർഹൻ എന്ന ആ രാജകുമാരനെ കണ്ട് ഞെട്ടിപ്പോയി. പുണ്യവതിയായ രാജകുമാരിക്ക് ഇയാൾ ഒരിക്കലും യോജിച്ചവനല്ല, ഇത് വലിയ ചതിയായിപ്പോയി, സൗന്ദര്യം മാത്രമേ ഉള്ളൂ, ആളത്ര ശരിയല്ല, കഷ്ടം തന്നെ. ആ രാജകുമാരിയുടെ വിധി അല്ലാതെന്ത് പറയാൻ. ഇങ്ങനെ ഒരു വർത്തമാനവും ചിലരുടെ ഭാഗത്തു നിന്നും അവിടെ ഉണ്ടാവുകയും ചെയ്തു. പാവം മഹാരാജാവോ രാജകുമാരിയോ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞതുമില്ല. വിവാഹശേഷം കലാവതിയെയും കൊണ്ട് ദശാർഹൻ മധുരയിലേക്ക് മടങ്ങുന്നു. അവരുടെ ആദ്യ രാത്രി രാജാവ് സന്തോഷത്തോടു കൂടി ആ കലാവതി എന്ന രാജകുമാരിയുടെ സമീപത്തേക്ക് എത്തുന്നു. കലാവതിയെ ഒന്ന് തൊടാൻ ശ്രമിച്ചതും രാജാവ് ഞെട്ടി പുറകോട്ട് മാറി. എന്താണ് സംഭവിച്ചത്? ഈ രാജാവിൻ്റെ ശരീരമാസകലം ചുട്ടുപൊള്ളുന്നു. ദശാർഹൻ എന്ന രാജാവ് ഞെട്ടിക്കൊണ്ട് പറയുകയാണ്, അയ്യോ, എൻ്റെ ദേഹമാസകലം ചുട്ടുപൊള്ളുന്നു, ഇതെന്തു മായയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഭയപ്പെട്ട് പുറകോട്ട് മാറി. അത് കണ്ടതും രാജകുമാരിയും ഞെട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ ആ രാജകുമാരി കണ്ണടച്ച് മഹേശ്വരനെ ധ്യാനിക്കുന്നു. മഹേശ്വരൻ്റെ അനുഗ്രഹത്താൽ പെട്ടെന്ന് രാജകുമാരിക്ക് ജ്ഞാനമുണ്ടായി. അവൾ പറഞ്ഞു, രാജൻ, അങ്ങ് ധാരാളം പാപം ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് എന്നെ തൊടാൻ ശ്രമിച്ചപ്പോൾ അങ്ങയുടെ ദേഹം പൊള്ളുവാൻ തുടങ്ങിയത്. ഇത് കേട്ടതും മധുരയിലെ ആ രാജാവിന് വളരെയധികം സങ്കടമുണ്ടായി. അയാൾ ലജ്ജിച്ച് തല താഴ്ത്തി. ദുഃഖിതനായി നിന്ന ഭർത്താവിനെ കലാവതി ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, സാരമില്ല, അങ്ങ് വിഷമിക്കേണ്ട, അതൊക്കെ മനുഷ്യ സഹജമാണ്. പഞ്ചാക്ഷര മന്ത്രം ജപിച്ച് പുണ്യവതി ആയവളാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെ പാപികൾ തൊടാൻ പാടില്ല. അങ്ങ് എന്ത് പാപമാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഈ കുട്ടി രാജാവിനോട് ചോദിക്കുന്നു. പ്രിയേ, നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ പാപിയാണ്. എൻ്റെ പ്രജകളെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അവരോട് വളരെ ക്രൂരമായാണ് ഞാൻ പലപ്പോഴും പെരുമാറിയിട്ടുള്ളത്. പ്രജകളുടെ ക്ഷേമം നോക്കാതെ ഞാൻ ഭരണം നടത്തി. അതിൻ്റെ ഫലമാണ് ഇങ്ങനെയൊക്കെ വന്നുപെട്ടത് എന്ന് ഈ രാജാവ് പറയുകയും ചെയ്തു. അപ്പോൾ കലാവതി ഭർത്താവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് വിഷമിക്കണ്ട, തെറ്റു ചെയ്തെങ്കിൽ അതിന് പ്രായശ്ചിത്തവുമുണ്ട്. നാളെ തന്നെ നമുക്ക് ഗർഗമുനിയുടെ ആശ്രമത്തിലേക്ക് പോകാം. അദ്ദേഹം എന്തെങ്കിലും ഒരു പരിഹാരം നിർദ്ദേശിക്കാതെ ഇരിക്കുകയില്ല എന്ന് കലാവതി പറയുന്നു. അത് കേട്ടതും രാജാവിന് അല്പം ആശ്വാസമായി. അങ്ങനെ ചെയ്യാമെന്ന് രാജാവ് സമ്മതിക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസം തന്നെ കലാവതി തൻ്റെ ഭർത്താവായ ദശാർഹനെയും കൊണ്ട് ഗർഗമുനിയുടെ ആശ്രമത്തിലേക്ക് പോകുന്നു. അങ്ങനെ ആശ്രമത്തിൽ അവർ രണ്ടുപേരും എത്തിച്ചേർന്നു. ആ മുറ്റത്തെത്തിയപ്പോൾ തന്നെ ഓം നമഃശിവായ എന്ന മന്ത്രം അവർക്ക് കേൾക്കാൻ സാധിച്ചു. നാഥ, മുനി ആശ്രമത്തിൽ തന്നെയുണ്ട്, കേട്ടില്ലേ ശിവപഞ്ചാക്ഷര മന്ത്രം? അത് കേൾക്കുന്ന മാത്രയിൽ തന്നെ സകല പാപങ്ങളും വിട്ടുപോകുമെന്ന് കലാവതി ഭർത്താവിനോട് പറയുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി മുനിയെ കണ്ട് നമസ്കരിക്കുന്നു. കലാവതിയെ കണ്ട മുനിക്ക് വളരെയധികം സന്തോഷമാണ് തോന്നിയത്. അദ്ദേഹം ചോദിച്ചു, രാജകുമാരി, എനിക്ക് വലിയ സന്തോഷമായി, പക്ഷേ
എന്തോ നിന്റെ ഉള്ളിൽ അല്പം ദുഃഖം അതുണ്ടല്ലോ. രാജാവേ, അങ്ങയുടെ മുഖവും വിഷമിച്ചിരിക്കുന്നല്ലോ. എന്തു പറ്റി? എന്താണ് കാരണമെന്ന് മുനി ചോദിക്കുന്നു. മുനിയുടെ ചോദ്യം കേട്ട ഉടൻ തന്നെ ദശാർഹൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗർഗമുനിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് തൻ്റെ പാപങ്ങളെല്ലാം മുനിയോട് ഏറ്റ് പറയുന്നു. മുനി അവരെ ആശ്വസിപ്പിച്ചു. കുറച്ചു നാൾ അവരവിടെ താമസിച്ചുകൊണ്ട് ഗർഗമുനി ഉപദേശിച്ചതുപോലെ ശിവപൂജകളെല്ലാം നടത്തുന്നു. സദാസമയവും പഞ്ചാക്ഷര മന്ത്രം ജപിച്ച് അവരവിടെ കഴിഞ്ഞു. കുറേ നാളുകൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം മുനി രാജാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, രാജൻ, അങ്ങയുടെ പാപങ്ങളൊക്കെ ഒഴിഞ്ഞു പോകാനുള്ള പൂജകളെല്ലാം ഇതിനകം അങ്ങ് ചെയ്തു കഴിഞ്ഞു. ഇനി കാളിന്തി നദിയിൽ ചെന്ന് മുങ്ങിക്കുളിക്കുക. അതോടെ അങ്ങയുടെ എല്ലാ പാപങ്ങളും അങ്ങയെ വിട്ടുമാറും. അങ്ങ് പുണ്യവാനായി തീരുമെന്ന് ഗർഗമുനി രാജാവിനോട് പറയുന്നു. മഹർഷിയുടെ അനുഗ്രഹം ലഭിച്ച ദശാർഹൻ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആശ്രമത്തിൽ നിന്നും യാത്ര തിരിക്കുന്നു. നടന്ന് അവർ കാളിന്തി നദിയുടെ തീരത്ത് എത്തിച്ചേരുന്നു. ആ സമയത്ത് കലാവതി തൻ്റെ ഭർത്താവിനോട് പറയുകയാണ്, അല്ലയോ പ്രാണവല്ലഭ, അങ്ങ് മനസ്സുരുകി ശിവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കാളിന്തിയിൽ ഇറങ്ങി മുങ്ങുക എന്ന് പറഞ്ഞു. അത് കേട്ടതും ദശാർഹൻ കാളിന്തി നദിയിൽ ഇറങ്ങി മുങ്ങുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് എന്തോ ഒരു സുഖം അദ്ദേഹത്തിൻ്റെ ശരീരത്തിനും മനസ്സിനും കിട്ടിയതുപോലെ അദ്ദേഹത്തിന് തോന്നുന്നു. എന്ത് സുഖം എന്ന് രാജാവ് കലാവതിയോട് പറയുന്നു. ഉടനെ ദശാർഹൻ്റെ ശരീരത്തിൽ നിന്നും കുറേ കാക്കകൾ പറന്നു പോകുന്നതായിട്ട് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അത് കണ്ടതും കലാവതി പറഞ്ഞു, നാഥ, അതാ നോക്കൂ, കുറേ കറുത്ത പക്ഷികൾ അങ്ങയുടെ ശരീരത്തിൽ നിന്നും പറന്നു പോകുന്നത് അങ്ങ് കണ്ടില്ലേ എന്ന് ഭാര്യ ഭർത്താവിനോട് പറയുന്നു. അതേ പ്രിയേ, ഞാൻ കണ്ടു. അവ എൻ്റെ പാപങ്ങളായിരുന്നു. എല്ലാം ഇപ്പോൾ എന്നെ വിട്ടകന്നു പോയി. പാപരൂപത്തിൽ പുറത്തു വന്ന ആ പക്ഷികൾ കാക്കകളാണ് എന്ന് ദശാർഹൻ കലാവതിയോട് പറയുന്നു. എല്ലാം മഹാദേവൻ്റെ അനുഗ്രഹമാണ് പ്രഭു. പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ടാണ് അങ്ങയുടെ പാപം വിട്ടുപോയത് എന്ന് കലാവതി പറയുകയും ചെയ്യുന്നു. അതിനുശേഷം അവർ ഗർഗമുനിയെ വന്ന് കാണുകയും മുനിയെ വണങ്ങി കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു. അന്നു മുതൽ ദശാർഹൻ ഉത്തമനായൊരു രാജാവായി വളരെ കാലം കലാവതിയോടൊപ്പം രാജ്യം മധുര എന്ന രാജ്യം ഭരിച്ചു പോരുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇതാണ് പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ ശക്തി. ഈ ശക്തിയെപ്പറ്റി, ഈ മന്ത്രത്തിൻ്റെ ശക്തിയെപ്പറ്റി ശിവപുരാണത്തിൽ ഇപ്രകാരമാണ് വർണ്ണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരുവാതിര രാവിൽ നിങ്ങളെല്ലാവരും പഞ്ചാക്ഷര മന്ത്രം ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക. കലിയുഗത്തിൽ നാമജപത്തിനോളം പ്രാധാന്യം മറ്റൊന്നിനുമില്ല എന്ന് മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ.